ഹലോ, KSRTCയുടെ കണ്ണൂർ വയനാട് ഉല്ലാസയാത്രയുടെ ഇന്ന് അവസാന പാർട്ട് 3ആണിത്. ഞങ്ങൾ പിന്നീട് ലാസ്റ്റ് ഇത് എന്നൂര് എന്ന ഇത് കാണാൻ പോയി. അവിടെ ഒരു മലയുടെ മുകളിൽ ആദിവാസികളുടെ രീതിയിലുള്ള കുടിലുകളും ഒക്കെ ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ അവരൊന്നും താമസവും ഒന്നുമില്ല, കാണാനും കാര്യമായിട്ടൊന്നുമില്ല. അവരുടെ വീട് ഒരു മുറി വീടും അതുമാത്രമായിരുന്നല്ലോ അവരുടെയൊക്കെ സ്വാഭാവികമായ തനതായ അവരുടെ പണ്ടത്തെ വീട്. അതിലൊന്നും കാണാനൊന്നുമില്ല. വെറുതെ ആ കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ കയറി എന്നല്ലാതെ ഇത് ഗോത്രവർഗത്തിൻ്റെ വികസനത്തിനോ ആദിവാസികളുടെ ഒരു നന്മയ്ക്കോ ഒന്നും ഉപകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഇന്നത്തെ ഒരുപാട് ധാരാളം പണം ചിലവാക്കി നല്ല വൃത്തിയിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇത് എന്തിനാണ് ഇത് എടുത്തത് എന്നെനിക്ക് മനസ്സിലായില്ല. ഇതിലൊന്നുമില്ല. അവരുടെ ജീവിതം ഇന്നും വളരെ പരിതാപകരമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇത്രയും തുക അവരുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ് തോന്നിയത്. ഇത് പിന്നെ നമുക്ക് അത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിൽ കയറി നല്ല കാഴ്ച കാണാനുള്ളൊരവസരം ഉണ്ടായി. താഴെ നിന്ന് ഞങ്ങൾ പോയാൽ അവിടെ ജീപ്പും മുകളിലേക്ക് പോകാനുള്ള ഇതൊക്കെയുണ്ട്. എന്തിനാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു 50 രൂപ ടിക്കറ്റും 50 30 ആണെന്ന് തോന്നുന്നു. അതൊക്കെ ബസ്സുകാരെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കതൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കാണുക എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഭയങ്കര നീറ്റും താഴെ ടൈൽസും ഒക്കെ ആയിട്ടുള്ള ഇതൊന്നുമല്ലല്ലോ ഒരു ആദിവാസിയുടെ ജീവിതം അന്നും ഇന്നും. അതൊക്കെയാണ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നെനിക്ക് തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ അവിടെ കുറച്ച് ആദിവാസി യുവാക്കൾ അവരുടെ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ പോകുന്നുണ്ടല്ലോ. ഇത് അവരുടെ അടുക്കള ഒരു ചിത്രീകരണം അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ, ഒന്നുമില്ല. ആകെ ഒരു ഇത് കാണുവാനാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി അവിടെ പോയതാണ് എനിക്ക് തോന്നിയത്. ഇത് പിന്നെ അവരുടെ ഒരു പാട്ടും ഇതൊക്കെ ഉണ്ട്. ഉടുക്കോട്ടി അവരുടെ തനതായ രീതിയിലുള്ള ഒരു പാട്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതിനാൽ അവരങ്ങനെ വെറുതെ പെർഫോം ചെയ്യുന്നു, അല്ലാണ്ട് അവരുടെ താമസമൊന്നുമില്ല. പിന്നെ കുറച്ച് മരുന്നുകളും ബുക്കും ഒക്കെ ഒരു ചെറിയൊരു വിൽപ്പനയുണ്ട്, വേറെ ഒന്നുമില്ല. ഇതാണ് എനിക്ക് എന്നൂരിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. ഇത്രയും എൻ്റെ അഭിപ്രായം മാത്രമാണിത്, എനിക്ക് യാതൊന്നും തോന്നിയില്ല. ഏതായാലും ഞങ്ങളുടെ കണ്ണൂർ വയനാട് യാത്രാ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു.